ഇവിടെ സബ്മിഷൻ ഉണ്ടോ, സറണ്ടർ, അവരിലൂടെയാണ് ദൈവം കൈമാറ്റം ചെയ്യുന്ന അവൻ്റെ അഭിഷേകം. അല്ലാതെ ഞാൻ ഇവിടുന്ന് പ്രാപിക്കാം, എനിക്ക് അവരെയൊന്നും വേണ്ട, ഇവരെയൊന്നും വേണ്ട, അവരെക്കാളൊന്നും ഞാൻ മോശമല്ല, അവരെന്നേക്കാൾ വലിയ കേവന്മാരല്ല, ഒന്നും പറയാനൊക്കത്തില്ല. കർത്താവ് പറഞ്ഞു, ശിഷ്യൻ ഗുരുവിന് മീതെയല്ല. യേശുവിനെ കുറിച്ചൊരു കാര്യം പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നു. അമ്മയും ജോസഫും എല്ലാം കൂടെ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ അവിടെ അവർ കണ്ടില്ല കർത്താവിനെ. ചെല്ലുമ്പോൾ ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും മഹാപുരോഹിതന്മാരുടെ നടുവിലിരുന്ന് 12 വയസ്സുള്ള യേശു ഉപദേശിക്കും. അമ്മ പറഞ്ഞു, മകനെ, നീ എന്താ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? പെട്ടെന്ന് പറഞ്ഞു, അമ്മയെ നിങ്ങൾ അറിയുന്നില്ല ഞാൻ എവിടെ ഇരിക്കണം, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ. അത് പറഞ്ഞ് കർത്താവിനോട് ഇരിക്കാൻ പറ്റുന്നു. പക്ഷേ മടങ്ങി വന്ന് അവൻ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു. മനുഷ്യർക്കും ദൈവത്തിനും അവൻ ഫേവറിൽ, ദൈവകൃപയിൽ അവൻ എല്ലായിടത്തും അങ്ങനെയായിരുന്നു. മാതാവിന് കീഴ്പ്പെട്ട അധികാരത്തിന്, എങ്കിലും ദൈവിക അധികാരത്തിന് അവൻ്റെ പിതാവ് പറയാതെ എൻ്റെ നാഴിക വന്നിട്ടില്ല. എങ്കിലും അമ്മയെ യോഹന്നാൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നിട്ട് നമുക്കവിടെ കാണാം. നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിൻ്റെ മിനിസ്ട്രിയിൽ മുഴുവൻ പിതാവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലായിരുന്നു. പൗലോസ് തീമോത്തിയോട് പറയുന്നു, മൂപ്പന്മാരുടെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരം നീ ജ്വലിപ്പിക്കണം. സ്റ്റയറപ്പ് എന്നാണ് പറഞ്ഞത്. നിന്നിലുണ്ട്, അത് ജ്വലിപ്പിക്കണം. നമുക്കറിയാം, പ്രായമുള്ള അമ്മച്ചമാരുടെ ഇപ്പം നമുക്കറിയാം, ഗ്യാസും അടുപ്പും എല്ലാം വന്ന് പണ്ട് കുഴലിൽ വെച്ച് ഊതുമ്പോൾ അതിനകത്തെ കനൽ കിടക്കുന്ന പോലെ. ഹല്ലേലൂയ. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നത്, ആരെങ്കിലും നിങ്ങളുടെ ഇമ്പാർട്ടേഷൻ ഇല്ല, കൈവപ്പില്ലെന്ന് പറയുന്നെങ്കിൽ ദൈവികമല്ല. ദൈവം എപ്പോഴും അവൻ്റെ വ്യവസ്ഥയാണ്, ഓർഡറാണ്. മൂപ്പന്മാരുടെ കൈവപ്പിനാൽ നിന്റെ മേൽ പകർന്ന ഒരു അഗ്നിയുണ്ടല്ലോ, കൈവപ്പിലൂടെ പകർന്നത്, അത് നീ ജ്വലിപ്പിക്കണം. യേശു ശിഷ്യന്മാരുടെ മേൽ ഊതിയിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കൊള്ളുക. യേശുവിൻ്റെ ശുശ്രൂഷയെ മുഴുവനും പറയുന്നു, യേശു ദൈവപുത്രനല്ലേ, സമത്വമുള്ള ആളല്ലേ, പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൽ സമത്വമുള്ള ആളല്ലേ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തന്റെ ശുശ്രൂഷയിൽ, ആമേൻ, എൻ്റെ പിതാവ് പറഞ്ഞിട്ടല്ലാതെ എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. എൻ്റെ പിതാവ് പറയാതെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. He was fully obedient until the death on the cross. പിതാവ് പറയാതെ താൻ ഒന്നും ചെയ്തിട്ടില്ല. 30 വർഷം വെയിറ്റ് ചെയ്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ. ദൈവാത്മാവിലാണ് താൻ ശുശ്രൂഷ തുടങ്ങുന്നത്. ഏലിയാവ് എലീശ അറിയപ്പെടുന്ന എലീശ എന്ന പേര് നാട്ടിൽ ചോദിച്ചാൽ അറിയത്തില്ല. ഏലിയാവിന്റെ കൈക്ക് തണ്ണീരൊഴിച്ചു കൊടുത്തവൻ. അത് ശുശ്രൂഷയെ കാണിക്കുന്നു. ഷോയിങ് ദ മിനിസ്ട്രി, സബ്മിഷൻ. ഇതെല്ലാം പറയുമ്പോൾ എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? സബ്മിഷൻ. ദൈവം എപ്പോഴും അതാണ് യാക്കോബ് പറയുന്നത്, നിഗളികളോട് അവൻ എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ കൃപ കൊടുക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ ഗ്രേസ് കൊടുക്കുന്നു. Those who are humble, he gives grace. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കും. ദൈവം അങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത്. തലയാകുന്ന ക്രിസ്തു. അതുകൊണ്ടാണ് കുടുംബജീവിതങ്ങളിൽ തന്നെ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർ കീഴ്പ്പെട്ടിരിക്കാൻ പറയുമ്പോൾ എന്തോടെ പറയുന്നത്? അവൻ നിന്റെ തലയാണ്. ഭർത്താവിൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. ഇതെല്ലാം ഓർഡറാണ്. ദൈവം എല്ലാം ചെയ്യുന്ന ഓർഡറാണ്. ഈ ഓർഡർ മാറിയ വലിയ പാടാ. വാല് തലയാകാനൊക്കത്തില്ല, തല വാലാനൊക്കത്തില്ല. ഇതെല്ലാം ഓർഡറാണ് ദൈവം വെച്ചിരിക്കുന്നത്. ആ ഓർഡറിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ. അതാണ് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവുമാരും. അതാണ് ദൈവം ഓരോരുത്തരെയും ഓരോ സ്ഥാനങ്ങളിലാക്കിയിരിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുന്നു. ശിഷ്യൻ ഗുരുവിന് മീതെയല്ല. ഇവിടെയാണ് പകർച്ച. ഇതൊന്നും വേണ്ട, ദൈവം ഞാനുമായിട്ടേ ഉള്ളൂ, എനിക്കെങ്ങും പോയി കീഴ്പ്പെടാൻ പറ്റത്തില്ല, എന്നെ അതിനല്ല എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ചിന്തിച്ചു, അനാഥത്വം നിങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. ദൈവത്തിൻ്റെ വ്യവസ്ഥയല്ല, ദൈവം ഡയറക്റ്റ് അല്ല ദൈവം ചെയ്യുന്നു. ദൈവം തൻ്റെ അഭിഷിക്തന്മാരിലൂടെ ആ സബ്മിഷൻ എവിടെ നിങ്ങൾ താഴ്ന്നിരിക്കുന്നു ആ വ്യക്തിയിലൂടെയാണ്.